എന്നർത്ഥം വരുന്ന ഇമ്മാനുവേൽ പേർ ചെന്ന് വിളിക്കുവാൻ നിർദ്ദേശിക്കുന്നു. അങ്ങനെ കന്യകയായ മറിയത്തിന് ദൈവീച്ചയാൽ സംഭവിച്ച ആ ദിവ്യഗർഭത്തിലൂടെ ഉണ്ണിയേശു പൂജാതനായി. ആ രാത്രി ഏതാനും ആഗ്രഹന്മാർ ഗ്രാമത്തിന് പുറത്തുള്ള വയൽപ്രദേശത്ത് ആടുകളെ നീക്കുകയായിരുന്നു. പെട്ടെന്ന് അവരുടെ മുന്നിൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു. ദൈവത്തിന്റെ ദിവ്യപ്രകാശത്താൽ വിഭൂഷിതയായ മാലാഖയെ കണ്ട ആഗ്രഹന്മാർ ഭയന്നു. അവരുടെ ഭയം തിരിച്ചറിഞ്ഞ മാലാഖ അവരെ ആശ്വസിപ്പിക്കുകയും ഭയം നൽകുന്ന അറിയിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ് തന്റെ ആഗമനോദ്ദേശമെന്ന് അറിയിച്ച മാലാഖ ലോകത്തിന്റെ അറുപത് ലക്ഷം ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിൽ പിറന്നു എന്നും ആ കുഞ്ഞിനെ നിങ്ങൾ ഒരു കാലിത്തൊഴുത്തിൽ പുൽത്തൊട്ടിലിൽ തുണിയിൽ പൊതിഞ്ഞ് കണ്ടെത്തുമെന്നും അറിയിക്കുന്നു. അത്യുന്നതങ്ങളിലെ ദൈവത്തിന് സ്തുതിച്ചുകൊണ്ട് മാലാഖ അവിടെ നിന്നും പറയുന്നു. മാലാഖയിലൂടെ ദൈവം തങ്ങളെ അറിയിച്ച കാര്യം സത്യവും വിധിയോ എന്നറിയുന്നതിലേക്കായി ഇടയന്മാർ ബെത്ലഹേമിലേക്ക് പുറപ്പെടുന്നു. ആ രാത്രിയിലേക്ക് രംഗം 2. 3 രാജാക്കന്മാർ. കിഴക്ക് നിന്നും ജെറുസലേമിലെത്തിയ 3 രാജാക്കന്മാർ ഹെറോദ് രാജാവിനെ സന്ദർശിച്ച് പ്രമാണങ്ങളിലെ പ്രവചനങ്ങളെ കുറിച്ച് തിരക്കി. ഹെറോദ് രാജാവ് നൽകിയ നിർദ്ദേശങ്ങൾ പ്രകാരം അന്വേഷണം തുടർന്ന രാജാക്കന്മാരുടെ മുന്നിൽ ഒരു അത്ഭുത നക്ഷത്രം പ്രത്യക്ഷപ്പെടും. ദൈവത്തിന്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കാൻ പറഞ്ഞ അത്ഭുത ശിശുവിന്റെ അടുത്തേക്ക് വഴികാട്ടിയായി ദൈവനിയോഗത്താൽ ഉണ്ടായ അടയാളമായ സ്റ്റാർ ഓഫ് ബെത്ലഹേം എന്ന് പിന്നീട് അറിയപ്പെട്ട ആ നക്ഷത്രത്തെ പിന്തുടർന്ന അവർ ബെത്ലഹേമിലേക്ക് പുറപ്പെടുന്നു. ആ സംഭവത്തിലേക്ക് തന്റെ അധീനതയിലുള്ള പ്രദേശത്തെ ജനങ്ങൾ എല്ലാം അവരവരുടെ സ്വന്തം ജന്മനാടുകളിലെത്തി പേരുവിവരങ്ങൾ രേഖപ്പെടുത്തണം എന്ന് അഗസ്റ്റസ് ചക്രവർത്തി ആജ്ഞ പുറപ്പെടുവിച്ചു. ചക്രവർത്തിയുടെ ആജ്ഞയെ തുടർന്ന്
ജോസഫും ഗർഭവതിയായ മറിയവും സ്വന്തം നഗരമായ നസറേത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. യാത്രാമധ്യേ മറിയത്തിന് പ്രസവ പ്രയാസങ്ങൾ ഉണ്ടാവുകയും കുഞ്ഞു പറക്കുകയും ചെയ്യുന്നു. വഴിമധ്യേ ആയതിനാൽ അവർക്ക് അഭയകേന്ദ്രമായത് ഒരു കാലിത്തൊഴുത്തായിരുന്നു. ഉണ്ണിയേശു പിറന്ന ആ രാത്രിയിൽ മാലാഖയുടെ അറിയിപ്പിനെ തുടർന്നെത്തിയ ഇടയന്മാരും സ്റ്റാർ ഓഫ് ബെത്ലഹേമിനെ പിന്തുടർന്ന രാജാക്കന്മാരും പ്രവചനങ്ങളിൽ നിന്ന് അറിഞ്ഞതുപോലെ ബെത്ലഹേമിലെ ആ കാലിത്തൊഴുത്തിൽ പുൽത്തൊട്ടിലിൽ ഉണ്ണിയേശുവിനെയും അരികിലായി മാതാവായ കന്യാമറിയത്തിനെയും ജോസഫിനെയും കണ്ടെത്തുന്നു. ഇടയന്മാർ യേശുവിനെ വണങ്ങുന്നു. ശേഷമെത്തിയ രാജാക്കന്മാർ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണവും കുന്തിരിക്കവും നിറയും അടങ്ങുന്ന സമ്മാനങ്ങൾ ഉണ്ണിയേശുവിന് മുന്നിൽ സമർപ്പിച്ച് വണങ്ങുന്നു. അത്ഭുത സംഭവങ്ങളുടെ പരമ്പരകൾക്കൊടുവിലെ ആ രംഗത്തിലേക്ക്. Mary's boy child, Jesus Christ, was born on Christmas Day, and man will live forevermore because of Christmas Day. ദിവ്യപ്രകാശം. അഭൂതപൂർവമായ ജനനവും ത്യാഗോജ്വലമായ ജീവിതവും ദൈവീകമായ സന്ദേശവും അത്യത്ഭുതകരമായ സ്വർഗാരോഹണവും അടങ്ങുന്ന മിശിഹായുടെ മഹൻ ജീവിതം പരത്തുന്ന ദിവ്യപ്രകാശം നമ്മൾക്കേവർക്കും നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് ഏറ്റുവാങ്ങാം. Oh
തൊട്ടിയിൽ മറിയത്തിൻ പൊന്മകനാ ദൈവസുതൻ പിറന്നതിനോർമ്മദിനം തൊട്ടിയിൽ മറിയത്തിൻ